സോ എല്ലാവർക്കും ഹായ് ഹലോ നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് 2026 വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അടക്കമുള്ള എക്സാംസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഓറിയന്റേഷൻ ക്ലാസ്സിന്റെ ഭാഗമാണ്. നമ്മുടെ പുതിയ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ആവുകയാണ്. അതിന്റെ ഫസ്റ്റ് ക്ലാസ് ആണിത്. അപ്പോൾ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ക്ലാസ്സിന് തുടക്കത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റഡീസിന് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം മാത്രമായിരിക്കും പറയാം. അത് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. തുടക്കത്തിലേ പറഞ്ഞ് നിങ്ങളുടെ സമയം ഞാൻ അവിടെ കളയുന്നില്ല. ഇത് പല ഉദ്യോഗാർത്ഥി സെൽഫ് സ്റ്റഡി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേ അക്കാഡമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കാം. സോ നമ്മുടെ ക്ലാസ്സിന്റെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ മാത്രമായിരിക്കും ഞാൻ പറയുക. ഓക്കെ, അതിന് മുമ്പ് പറയുന്ന കാര്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ടും തന്നെ കാണാൻ ശ്രമിക്കാം. ഇപ്പൊ എല്ലാവരും PSC അല്ലെ, PSC വെറും PSC അല്ല, ഡിഗ്രി ലെവൽ PSC ഈ ഒരു സ്വപ്നം കണ്ട് വരുന്ന ആൾക്കാരാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സ്വപ്നം കാണണമെങ്കിൽ, സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി തീവ്രമായി പ്രയത്നിക്കാൻ നമ്മൾ മെന്റലി ആൻഡ് ഫിസിക്കലി തയ്യാറെടുക്കണം. മാനസികമായി മാത്രം തയ്യാറെടുത്താൽ പോരാ, ശാരീരികമായും നമ്മൾ അതിന് വേണ്ടുന്ന ഒരു തീവ്രമായ ഒരു തയ്യാറെടുപ്പ് നടത്തണം. ടേക്ക് ഇറ്റ് ഫ്രം മീ, എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ, സ്റ്റുഡന്റ്, ടീച്ചർ, റാങ്ക് ഹോൾഡർ, പല രീതിയിലുള്ള എക്സ്പീരിയൻസിലും ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ തീവ്രമായി കൺസിസ്റ്റന്റ് ആയിട്ട് PSC എക്സാംസിന് വേണ്ടി പഠിക്കുന്ന പിള്ളേരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. ഒരു സംശയമില്ലാത്ത കേസാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപക്ഷെ അവർ പണ്ട് പഠിച്ചു തുടങ്ങിയ എക്സാമിന് ആയിരിക്കത്തില്ല അവർ പിന്നെ റാങ്ക് ഹോൾഡറിലേക്ക് എത്തുന്നത്, അതിനേക്കാൾ മികച്ച എക്സാംസിനായിരിക്കും. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PSC ഒരു ജോലി സുനിശ്ചിതമാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ, ദിസ് ഈസ് നോട്ട് എ ഗെയിം ഓഫ് ഇന്റലിജൻസ്. നിങ്ങളുടെ തലച്ചോറിന്റെ പരിപാടിയല്ല PSC വരുന്നത്. തലച്ചോറ് വേണം, വേണ്ടെന്നല്ല പറയുന്നത്. ഒരു ബേസിക് എലിജിബിലിറ്റി മാത്രമാണ്. നിങ്ങളുടെ കൺസിസ്റ്റൻസിയുടെയും ഡിസിപ്ലിന്റെയും ഗെയിമാണ് PSC എക്സാംസ് എന്ന് പറയുന്നത്. അത് ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണെങ്കിലും അങ്ങനെ. യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാം വന്നിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ, പരീക്ഷയുടെ തലേന്ന് ഒരാഴ്ച മുമ്പ് പഠിച്ച് നമുക്ക് പരീക്ഷ പാസ്സാവാം, അത് ഈസിയാണ്. കാര്യം അവിടെ സീറ്റിന്റെ എണ്ണോ കട്ട് ഓഫ് ഒന്നും ഇല്ല, ജസ്റ്റ് പാസ്സായാൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ മത്സരിക്കുന്ന 100, 150, 200, 1000 അല്ലെങ്കിൽ 2000 സീറ്റ്സിന് വേണ്ടി മാത്രമായിരിക്കും. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ 4500 സീറ്റ് വരുന്നുണ്ട്, 3000+ വേക്കൻസീസ് വരാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു മെന്റാലിറ്റി, യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച മെന്റാലിറ്റി നിങ്ങൾ എടുത്ത് ചവിട്ടുകൊട്ടയിൽ ഇട്ടിട്ട് മാത്രമേ PSCക്ക് വേണ്ടി പഠിക്കാൻ വരൂ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ശാപം അതാ. യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ എങ്ങനെ പഠിച്ചോ ആ രീതിയിൽ തന്നെ PSC അല്ലെങ്കിൽ UPSC, SSC കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പഠിക്കാൻ അറിയാം. അത് പണി പാളും. പല വിദ്യാർത്ഥികൾ ആദ്യത്തെ 1-2 വർഷം കൊണ്ട് കളയുന്ന അതിന്റെ പേരില്ല. തുടക്കം മുതലേ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഓറിയന്റേഷൻ അടിസ്ഥാനത്തിൽ മാത്രം പഠിക്കാം. സോ പഠിക്കുമ്പോൾ നിങ്ങൾ സീരിയസ് ആയി സ്റ്റഡീസിന് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു എക്സാമിന് വേണ്ടി പഠിക്കുകയാണെന്നുള്ള മെന്റാലിറ്റി മാറ്റി വെക്കുക. നിങ്ങളുടെ ലൈഫിന്റെ ഗതി മാറ്റുന്ന ഗോൾഡൻ ടിക്കറ്റിന് വേണ്ടി പ്രയത്നിക്കാൻ കരുതിയാൽ മതി. കോളേജിൽ പോയി ആരായാലും പാസ്സാവും, കൺസിസ്റ്റന്റ് ആർക്കും പാസ്സാവാൻ പറ്റും. പക്ഷെ PSC എക്സാംസ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറയുമ്പോൾ അതിന്റെ സീറ്റ്സ് ഫിക്സഡാ. സോ എഴുതുന്ന എല്ലാവർക്കും ജോലി കിട്ടാനോ പാസ്സാവാനോ ഒക്കത്തില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൺസിസ്റ്റന്റ് ആയി, ഡിസിപ്ലിൻഡ് ആയി, മോട്ടിവേറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോപ്പ് 10 മടങ്ങ് കൂടുകയാണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പറഞ്ഞൊരു കാര്യം അതാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം PSC എന്നുള്ള മെന്റാലിറ്റിയിൽ ഈ ക്ലാസ് കാണരുത്. നിങ്ങളുടെ സമയം നഷ്ടമാക്കുകയാണ്. അറ്റ് എനി കോസ്റ്റ്, എന്ത് വില കൊടുത്തും ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് 2026 എത്തിയിരിക്കും, അല്ലെങ്കിൽ എന്റെ പേര് 2026 ഒരു ഡിഗ്രി ലെവൽ PSC റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും എന്ന് ദൃഢനിശ്ചയം എടുത്തിട്ട് മാത്രം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കാണുക. ജസ്റ്റ് ട്രൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് മറ്റു പല എക്സാംസ്, പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഒരു കൺവിക്ഷൻ അല്ലെ, കറേജ് ഓഫ് കൺവിക്ഷൻ എന്ന് പറയും. നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ഉണ്ട്. ആ ഒരു വിശ്വാസത്തില് വീഡിയോ കാണുക. ഓക്കെ, എന്റെ സൗണ്ടിന് ബ്രേക്കിംഗ് ഉണ്ടോ? ഒരാൾ സൗണ്ടിന് ബ്രേക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ സൗണ്ടിന് മറ്റേതെങ്കിലും ബ്രേക്കിംഗ് ഫീൽ ചെയ്യുന്നുണ്ടോ? യെസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഇല്ല, ഓക്കെ, അതിപ്പോ അവിടുത്തെ ഒരു കണക്ടിവിറ്റി ഇഷ്യൂ ആയിരിക്കും. നോ പ്രോബ്ലം. കണക്ടിവിറ്റി ഇഷ്യൂ ആൾക്കാർ ടെൻഷൻ അടിക്കേണ്ടത്, യൂട്യൂബിൽ നമ്മൾ ഇടുന്നതാണ്. റൈറ്റ്. അപ്പോ നമുക്ക് നമ്മുടെ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം. റൈറ്റ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ടെലിഗ്രാം ചാനൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോണം. ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ബാച്ചിന്റെ ഭാഗമായാലും അല്ലെങ്കിലും ചില ആൾക്കാരുണ്ട്, സ്റ്റുഡൻസ് ബാച്ച് എടുത്തതിന് ശേഷം ടെലിഗ്രാം ചാനലും ഉപേക്ഷിക്കും. ഇവിടെ ഡെയിലി രാവിലെ നമ്മൾ ഫ്രീ മോക്ക് ടെസ്റ്റ് ഡിഗ്രി ലെവലിന് വേണ്ടി ഇടുന്നുണ്ട്. അത് നിങ്ങൾ കട്ടയ്ക്ക് ഒരു 1-1.5 മാസം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് മാറും. അത് ഞാൻ തരുന്ന വാക്കാണ്. ടഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇടുന്നത്, ഈസി ക്വസ്റ്റ്യൻസ് ഇടുന്നത് കുറവാണ്.
അത്യാവശ്യം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ തിരഞ്ഞു പിടിച്ച് മെന്റേഴ്സ് ഇതിനകത്ത് ഇടുകയാണ്. ഇപ്പൊ ഇന്ത്യയുടെ പ്രസിഡന്റ് ആര്, അല്ലെങ്കിൽ ദ്രൗപദി മുർമു ഇന്ത്യയുടെ 8ാമത്തെ പ്രസിഡന്റ് ആണ് എന്ന പോലുള്ള സില്ലി ക്വസ്റ്റ്യൻസ് നമ്മൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കുന്ന റാങ്ക് മേക്കിംഗ് ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, അതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. നമുക്ക് റാങ്ക് അടിക്കാൻ വേണ്ടത് അതാ. മറ്റാർക്കും കിട്ടാത്ത പോയിന്റുകൾ, മറ്റാർക്കും കിട്ടാത്ത ആൻസേഴ്സ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർ പിന്നീട് കമന്റ് ചെയ്യുന്ന ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉപയോഗിച്ച് ഫാമിലി മെമ്പേഴ്സ് ആവുക, ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക, മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാൻ പോകുന്നത്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. ഇതെല്ലാം നിങ്ങൾ ഇവ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ എക്സാമിന് എന്താണ് പഠിക്കേണ്ടത്, വാട്ട് ടു സ്റ്റഡി. രണ്ടാമത്തെ ചോദ്യം ഏതാ? എന്റെ പ്രീവിയസ് സ്റ്റുഡൻസ് ഉണ്ടോ നോക്കട്ടെ, അല്ലേ? യെസ്, എങ്ങനെ പഠിക്കണം അല്ലേ? മൂന്നാമത്തെ ചോദ്യം എവിടെ നിന്ന്, ഫ്രം വെയർ ടു സ്റ്റഡി. സോ വാട്ട് ടു സ്റ്റഡി, ഹൗ ടു സ്റ്റഡി ആൻഡ് ഫ്രം വെയർ വി ക്യാൻ സ്റ്റഡി. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് വർഷങ്ങൾ ലാഭിക്കാം, നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട പല വർഷങ്ങൾ ലാഭിക്കാം. 3 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ബേസിക്സിൽ നിന്നാണ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ടോപ്പിക് എന്താണ് പഠിക്കേണ്ടത്, വാട്ട് ടു സ്റ്റഡി. PSC സിലബസ് ഇറക്കും, സിലബസ് അങ്ങോട്ട് പഠിക്കുക, അരച്ച് കലക്കി പഠിക്കുക. അതിനകത്ത് ഓരോ കീവേഡ് നിങ്ങൾ പഠിക്കുക. PSCയുടെ സിലബസ് നമുക്കറിയാം, ഒരു 3-4 പേജ് ഉണ്ട് അല്ലേ? സിലബസ് 100% പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതിനൊരു മനുഷ്യായുസ് പോരാ. ഫോർ എക്സാമ്പിൾ സ്ട്രക്ചർ ഓഫ് എർത്ത് അല്ലെ, അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്നൊരു ടോപ്പിക് എടുക്കുക കോൺസ്റ്റിറ്റ്യൂഷനകത്ത്, അല്ലെങ്കിൽ മോണിറ്ററി പോളിസി ഫ്രം എക്കണോമിക്സ്. ഇതൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ മിനിമം ഒരു 1-2 വർഷം വേണം. അത്രയും ഡീപ്പായിട്ടുള്ള ടോപ്പിക്സ് ആണ്. അങ്ങനെ പഠിച്ചതുകൊണ്ട് PSCക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. PSCയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഹോട്ട് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് സിലബസുമായി സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് സ്മാർട്ട് ആയിട്ട് പഠിക്കുക. അതായത് അത്യാവശ്യം ആഴത്തിൽ ഇറങ്ങി പഠിക്കുക. പക്ഷെ PhD നിലവാരത്തിലേക്ക് പഠനത്തെ കൊണ്ടുപോകാതിരിക്കുക. അതാണ് സിലബസ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഇപ്പം ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടല്ലോ. ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാകുമോ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇന്റർവ്യൂ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് പലരും. എന്റെ പ്രാർത്ഥന ഉണ്ടാവണേന്നാണ്, നിങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. ബിക്കോസ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളായിരുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കേസ് ഞാൻ പറയാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നും ഇല്ലായിരുന്നു. തൊട്ട് മുമ്പ് നടന്ന എക്സാമിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ആഡ് ചെയ്തു. അപ്പോൾ നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികൾ പോലും അയ്യോ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് എന്ന് പറഞ്ഞ് നിലവിളിച്ച് പരീക്ഷയ്ക്ക് പഠിക്കായിരുന്നു. കോമ്പറ്റീഷൻ അത്ര ഇടിഞ്ഞു. എക്സാം വന്നപ്പോഴത്തേക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് വെച്ചാൽ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. സോ സ്പെഷ്യൽ ടോപ്പിക്സ് വന്നത് കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ നന്നായിട്ട് കുറയുകയും ബാക്കിയുള്ള കുട്ടികളുടെ അവസരം കൂടുകയും ചെയ്തു. ഇത് നമ്മൾ എത്ര പറയുന്ന കുട്ടികൾ മനസ്സിലാവാത്തൊരു കാര്യം. സ്പെഷ്യൽ ടോപ്പിക്സ് വന്നാലും വന്നില്ലെങ്കിൽ നമുക്കത് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ, ഈസി ആണ് എന്ന് പറയുന്ന കാര്യം അതാണ്. സോ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ കേസിലും സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവണേ എന്ന് ആഗ്രഹിക്കാം. പേപ്പർ 2 സെക്രട്ടേറിയറ്റിന് പേപ്പർ 2 വളരെ ഈസി ആയിരുന്നു, സ്പെഷ്യൽ ടോപ്പിക്സിന്റെ പേപ്പർ. എക്സാക്ട്ലി. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ചിലപ്പോൾ പേപ്പർ 1 കാണും, പേപ്പർ 2 കാണും, ചിലപ്പോൾ പേപ്പർ 3 or 4 ഒക്കെ ഉണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഉണ്ടാകാൻ സീരിയസ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അയാൾക്ക് അത് അനുകൂലമാണ്. ഇറ്റ്സ് എ പോസിറ്റീവ് എലമെന്റ്. നമ്മളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ പ്രോബിലിറ്റി അതൊരു കൂടും. ഇന്റർവ്യൂ ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും പേടി ഇന്റർവ്യൂ ആണ്. എന്റെ പൊന്നു പിള്ളേരെ, ഇത്ര എളുപ്പ പണി വേറെ ഇല്ല. ഇന്റർവ്യൂ ഒരു എക്സാമിനെ സംബന്ധിച്ച് നമ്മുടെ റാങ്ക് നിശ്ചയിക്കപ്പെടുന്നത് മെയിൻസിന്റെ മാർക്ക് വെച്ചിട്ടാണ്. ഇന്റർവ്യൂ നിങ്ങൾ എത്ര നന്നായിട്ട് അറ്റൻഡ് ചെയ്താലും 20-ൽ ഒരു 13 അല്ലെങ്കിൽ 14 മാർക്ക് കൂടുതൽ കിട്ടത്തില്ല. ഏറ്റവും മോശമായിട്ട് അറ്റൻഡ് ചെയ്താൽ 11 മാർക്കെങ്കിലും കിട്ടും. സോ ഇന്റർവ്യൂവിനകത്ത് നമുക്ക് എക്സ്ട്രാ 1-2 മാർക്ക് വാങ്ങിക്കാൻ മാത്രം ശ്രമിച്ചാൽ മതി. ഇറ്റ് ഈസ് എ മോസ്റ്റ് ഈസിയസ്റ്റ് പ്രോസസ് ഇൻ ദ എൻറ്റയർ എക്സാമിനേഷൻ, ഇന്റർവ്യൂ. സോ ഇന്റർവ്യൂ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഉണ്ടായാൽ അത്രയും നല്ലത്, ഇന്റർവ്യൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കാര്യം ഇത് ഭയങ്കര ഡൈനാമിക്, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്റർവ്യൂ ഉണ്ടാവില്ല എന്നുള്ളത്. ഇത് മാസ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട്. പക്ഷെ എന്റെ പ്രതീക്ഷ സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വന്നാലും വന്നില്ലെങ്കിൽ നമ്മൾ കട്ടയ്ക്ക് അങ്ങ് പഠിക്കുക. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം അതാ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള മെന്റാലിറ്റിയിലായിരിക്കില്ല നമ്മൾ ഇതിനൊരു ട്രൈ ചെയ്യുന്നത്. നേടിയെടുക്കണം. 2026-ലെ PSC റാങ്ക് ലിസ്റ്റിൽ എന്റെ പേര് വരണം എന്നുള്ള ദൃഢനിശ്ചയത്തിൽ തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പൊ അതാണ് വാട്ട് ടു സ്റ്റഡി. സിലബസ് തന്നെ പഠിക്കുക. സിലബസിനകത്ത് നിങ്ങൾക്ക് സർപ്രൈസുകളും എക്സ്പെക്ട് ചെയ്യാം. PSC is full of surprises.
പിന്നെ വാട്ട് ടു സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, എന്റെ ജീവിതം മുൻപ് ഞാൻ പറയുന്നൊരു കാര്യം, കോംബോ പഠനം നടത്തുക. ഒരു എക്സാമിന് വേണ്ടി മാത്രം തയ്യാറെടുക്കില്ല. നിങ്ങൾ നോക്കൂ, ഇപ്പം LSTD റാങ്ക് ലിസ്റ്റിലും SI റാങ്ക് ലിസ്റ്റും ഏകദേശം ഒരേ സമയത്ത് റാങ്ക് ലിസ്റ്റാണ്. കുറെ ആൾക്കാർ ഒരുപോലെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, ജയിലർ എല്ലാം ഒരുമിച്ച് ഒരാഴ്ച ഇന്റർവെൽ പരീക്ഷയാണ് നടക്കുന്നത്. റാങ്ക് ഹോൾഡേഴ്സിന് നോക്കുമ്പോഴത്തേക്ക് ഒരുവിധം പല റാങ്ക് ഹോൾഡേഴ്സ് എല്ലാ ലിസ്റ്റിലും ഉണ്ട്. അതൊരു ഗുണം എന്താ, ഈ പരീക്ഷകളുടെ ഒക്കെ സിലബസ് ഒരു എന്താ പറയാ 60, 70, 80% ഓവർലാപ്പിംഗ് ആണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഇൻഷുറൻസ് എടുക്കുന്നുള്ളൂ. ഒരിടത്ത് അടി തെറ്റി കഴിഞ്ഞാൽ മറ്റിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെനിഫിഷ്യൽ. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ജയിലർ എക്സാമിന് എനിക്ക് മാത്സിനകത്ത് ഒരു ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയി, ഈസി ക്വസ്റ്റ്യൻസ് അത് ചെയ്ത് തെറ്റി. അപ്പൊ എനിക്ക് അതിനകത്ത് റാങ്ക് ഒരു 31 താന്നു. പക്ഷെ എക്സൈസ് ഇൻസ്പെക്ടർ എനിക്ക് തരക്കേടില്ലാത്ത റാങ്ക് 14ാമത്തെ റാങ്ക് കിട്ടി. അപ്പൊ എനിക്ക് അതിന്റെ അഡ്വൈസിനെക്കാളും വളരെ നേരത്തെ വന്നു. ഇപ്പൊ നമ്മൾ ഇതൊരു ഇൻഷുറൻസ് എടുക്കുന്ന പോലെയാണ്. ഇപ്പൊ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി, കാര്യം എക്സാം ഹോളിൽ എന്ത് സംഭവിക്കാം, നമ്മുടെ അപ്പോഴത്തെ മൂഡ് അല്ലെങ്കിൽ മെന്റാലിറ്റി, ആ ദിവസം തുടങ്ങിയ രീതി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രീതി ഒക്കെ എന്തും സംഭവിക്കാം. പക്ഷെ നമ്മൾ പല പരീക്ഷകൾക്ക്, അത് ഓവർലാപ്പിംഗ് സിലബസ് ഉള്ള പല പരീക്ഷകൾക്കും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ആ റിസ്കിന് ഹെഡ്ജിങ് എന്ന് പറയും. ഇറ്റ്സ് എ ഹെഡ്ജിങ് പ്രോസസ്. ആ റിസ്കിനെ നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ പറ്റും, കുറെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ടു സ്റ്റഡി എന്ന് പറയുമ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രമായിരിക്കും നിങ്ങൾ സ്റ്റഡി ചെയ്യേണ്ടത്. മറ്റ് പരീക്ഷകൾ സ്റ്റഡി ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു ബാച്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. കാര്യം ഈസിയാണ് പരിപാടി, സിലബസ് എല്ലാത്തിനും സിമിലർ ആണല്ലോ. പിന്നെ എക്സ്ട്രാ ടോപ്പിക്സ് മാത്രം പഠിപ്പിച്ചാൽ മതിയല്ലോ. അപ്പൊ കോംബോ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക, ഒരു എക്സാമിലേക്ക് മാത്രം ചുരുങ്ങരുത്. ഓക്കെ, കാര്യം ഇന്റർവ്യൂവും ഇതിന്റെയൊക്കെ ഒരുമിച്ചായിരിക്കും പലപ്പോഴും. യെസ്, അതാണ് എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം. സിലബസ് വന്നതിന് ശേഷം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ മറ്റൊരു ഓറിയന്റേഷൻ ക്ലാസ് വയ്ക്കുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം എന്താ, ഫ്രം വെയർ, എവിടെ നിന്ന്, എന്ത് പുസ്തകം, എന്ത് ഉപയോഗിച്ച് പഠിക്കണം? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്ക് ലിസ്റ്റ് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ ഉള്ള ഒരു അപകടം ഞാൻ പറഞ്ഞുതരാം. PSCയിൽ 100 മാർക്കിന്റെ ഒരു ചോദ്യ പേപ്പർ, ഇതിലൊരു 90 മാർക്ക് നമുക്ക് കിട്ടുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നാണ്. ചിലപ്പോൾ 1 or 2 മാർക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ആരും കണ്ടിട്ടില്ലാത്ത പുസ്തകങ്ങളിൽ നിന്ന് ചോദിക്കും. ആ 2 മാർക്കിന്റെ പേര് ആ പുസ്തകങ്ങൾ തേടി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് അടുത്ത പരീക്ഷയ്ക്ക് ചോദ്യം എന്നൊന്നും നിർബന്ധമില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്, നമ്മളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ കപ്പാസിറ്റി ഉള്ള, ബാറ്റിൽ പ്രൂവൺ ആയിട്ടുള്ള, അപ്പം ഞാൻ ആ ബുക്ക് ലിസ്റ്റ് കാണിക്കാം. ഈ പുസ്തകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് സ്വാഭാവികമായിട്ട് എത്തിപ്പോവും. ഞാൻ യൂട്യൂബ് വീഡിയോ വിശാലമായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വിശാലമായിട്ട് കാണാം. ഈ ഒരു പുസ്തകം എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അങ്ങനെ ആദ്യം ആരും റെക്കമെൻഡ് ചെയ്തിട്ടില്ലാത്തൊരു പുസ്തകമാണ് ഇത്. എന്റെ 2014 എഡിഷനാണ്. ഇപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഈ പുസ്തകത്തിൽ നിന്ന്, അരിഹന്തിന്റെ, മനോഹർ പാണ്ഡെയുടെ അരിഹന്ത് എന്ന ഈ പുസ്തകം. ഫൈനൽ റൗണ്ട് റിവിഷന് നല്ല പട്ടക്കം മെറ്റീരിയൽ ആണ്. ഐ ക്യാൻ വൗച്ച് ഫോർ ദിസ് ബുക്ക്. ഇത് എത്ര 100 120 രൂപയ്ക്കേ ഉള്ളൂ. അന്ന് ഞാൻ വാങ്ങിച്ച സമയത്ത് 80 രൂപ 90 രൂപ എന്തായിരുന്നു. അടിപൊളി പുസ്തകമാണ്. GK ടോപ്പിക്സ് വിശാലമായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാം. നിങ്ങൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് കേരള ഹിസ്റ്ററിക്ക് ശ്രീധരമേനോൻ സാറിന്റെ സർവേ ഓഫ് കേരള ഹിസ്റ്ററി പഠിച്ചിരിക്കണം. ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ഇതൊക്കെ, ഈ മെറ്റീരിയൽസ് എല്ലാം, അതായത് ഞാനിപ്പോ പ്രസന്റ് ചെയ്യുന്ന PDFs ഒക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാട്ടോ. ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് റെഫർ ചെയ്യാവുന്നതാണ്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ പഠിക്കുക. ഇത് പഠിച്ച് തീർത്തതിന് ശേഷം മാത്രം ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് പഠിക്കുക. കാര്യം കൂടുതൽ ചോദ്യങ്ങൾ ഇതിൽ നിന്നാണ്. വേൾഡ് ഹിസ്റ്ററിക്ക് പാറ്റേൺസ് ആൻഡ് ഇന്ററാക്ഷൻസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, നല്ല ബ്യൂട്ടിഫുൾ ടെക്സ്റ്റ് ആണ്. ഇതിന്റെ PDF ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ജോഗ്രഫിക്ക് NCERT തന്നെയാണ് ഞാൻ റെഫർ ചെയ്യാൻ പറയാം, NCERTs. അതിന്റെ കൂടെ ഓക്സ്ഫോർഡ് സ്റ്റുഡന്റ് അറ്റ്ലസും യൂസ് ചെയ്തോളൂ, തൽക്കാലം അത് മതി. പിന്നെ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ചോദ്യം വരുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ. ഈ ഒരു മെയിൻസിന് മതി, പ്രിലിംസിന് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. മെയിൻസിന് മുമ്പ് ഈ ഒരു വെബ്സൈറ്റിന് റെഫർ ചെയ്യാം. എക്കണോമിക്സിന് അടിപൊളി പുസ്തകമാണ് ഇന്ത്യൻ എക്കണോമി കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ശങ്കർ ഗണേഷിന്റെ പുസ്തകമാണ്. ശങ്കർ ഗണേഷ് ചെറിയ ടെക്സ്റ്റ് ആണ്. ഇത്രയൊക്കെ മതിയോ എക്കണോമിക്സിന് തോന്നും. പക്ഷെ ബിഗ് തിങ്സ് കംസ് ഇൻ സ്മോൾ പാക്കറ്റ്സ് എന്ന് പറയുന്നവരാണ്. ചെറിയ ടെക്സ്റ്റ് ആണെങ്കിലും ഇതിന്റെ ഡെപ്ത് അതിഭീകരമാണ്. ഓക്കെ, എക്കണോമിക്സിന് ഇത് മതി മാക്രോ എക്കണോമിക്സ് പഠിക്കാനായിട്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സിന് നിങ്ങൾക്ക് ലക്ഷ്മികാന്ത് യൂസ് ചെയ്യാം. ഇത് മതി തൽക്കാലത്തേക്ക്. പിന്നെ നമ്മുടെ യൂട്യൂബിലും ടെലിഗ്രാമിലും തരുന്ന മെറ്റീരിയൽസ്, യൂട്യൂബ് ചാനലിൽ ഇതുള്ള റയർ ടോപ്പിക്സിന്റെ, ഫോർ എക്സാമ്പിൾ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ധാരാളം വീഡിയോസ് ഉണ്ട്. എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാത്തിനും പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയാ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ അത് നോക്കി പഠിക്കാവുന്നതാണ്.
സോ ബുക്ക് ലിസ്റ്റിന്റെ കേസിൽ നമുക്ക് അതാണ് പറയാനുള്ളത്. ഇനിയാണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഒരു ടോപ്പിക് അല്ലെ. ഇപ്പം നമ്മുടെ യൂട്യൂബിൽ ഇടുകയാണെങ്കിലും എവിടെയാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പഠിക്കാൻ താല്പര്യം ഈ കുറുക്ക് വഴികളാണല്ലോ, കറക്കിക്കുത്ത് പരിപാടീസ് ആണ്. പക്ഷെ നമ്മൾ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ കറക്കിക്കുത്താൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ആഴത്തിൽ പഠിക്കുക, AP പ്ലസ് അതിന്റെ കൂടെ കറക്കിക്കുത്താനും പഠിക്കാം. ഇതാണ് എങ്ങനെ പഠിക്കണം എന്നുള്ള ചോദ്യത്തിനുള്ള നമ്മുടെ ഉത്തരം. സിലബസ് ആഴത്തിൽ പഠിക്കുക, അതിനോടൊപ്പം കറക്കിക്കുത്താനും പഠിക്കുക. നമുക്ക് ആദ്യം കറക്കിക്കുത്തിന്റെ ഒരു പോസിബിലിറ്റീസ് നോക്കാം. കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും പഠിച്ചിട്ടില്ല എന്നറിയുക, എക്കണോമിക്സ് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കിയാലോ. ചോദ്യം എന്താ? ന്യൂ എക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ, അതിനെ സംബന്ധിച്ച് 3 സ്റ്റേറ്റ്മെന്റ്സ്, പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ഇന്ത്യയിൽ നടത്തിയ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളെ പറ്റി 3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ശരി എന്നാണ് ചോദ്യം. ഇനി ഞാൻ പറയുന്നത് എന്റെ കൂടെ നിൽക്കാം. ഇനി നിങ്ങൾ ഓപ്ഷൻസിലേക്കാണ് പോകേണ്ടത്, ഒരിക്കലും സ്റ്റേറ്റ്മെന്റ്സിലേക്കല്ല പിന്നെ പോകേണ്ടത്. ഓപ്ഷൻസിലേക്ക് പോവാം. 1 is correct, 1 and 2 അല്ലെ, 2 is correct, 1, 2, 3. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ശരിയായേ പറ്റൂ അല്ലെ. നൺ ഓഫ് ദി അബോവ് ഓപ്ഷൻ, ഒരെണ്ണമെങ്കിലും ശരിയായേ പറ്റത്തുള്ളൂ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായി കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റ്മെന്റുകളും അതിന്റെ കൂടെ ഓട്ടോമാറ്റിക് ആയി ശരിയാവേണ്ടതല്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ലാർജർ റോൾ ഫോർ പ്രൈവറ്റ് സെക്ടർ അല്ലെ, സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അതിന് കൂടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, വിദേശത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് സ്വീകരിച്ചു. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിന് തെറ്റാവാൻ പറ്റുമോ? അതായത് ഓപ്പൺ എക്കണോമി, ക്ലോസ്ഡ് എക്കണോമി എന്ന് വെച്ചാൽ എന്താ? വിദേശത്തു നിന്ന് ഒന്നും സ്വീകരിക്കത്തില്ല നമ്മള്. നോർത്ത് കൊറിയ ഒരു ക്ലോസ്ഡ് എക്കണോമിയാണ്, അവർ വിദേശത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും സ്വീകരിക്കില്ല. സോ ഇറ്റ്സ് എ ക്ലോസ്ഡ് എക്കണോമി. അപ്പം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്, വിച്ച് മീൻസ് ഇന്ത്യ ഓപ്പൺ എക്കണോമി എന്നാ പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തന്നെയല്ലേ, ഓപ്പൺ എക്കണോമി. ഗ്രേറ്റർ റിലയൻസ് അപ്പോൺ മാർക്കറ്റ് ഫോഴ്സസ്. ഈ മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും ബിഗർ പ്ലെയർ ആണ് പ്രൈവറ്റ് സെക്ടർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് കോമൺ സെൻസ് വേണം, ബേസിക് നോളജ് വേണം. ഒന്നും പഠിക്കാതെ പോയി കറക്കിക്കുത്താൻ നിൽക്കില്ല. ബേസിക്സ് പഠിച്ച് നമുക്കറിയാം, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അത് ഓപ്പൺ എക്കണോമിയാണ്. മാർക്കറ്റ് ഫോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ ആണ് മാർക്കറ്റ് ഫോഴ്സസ് അല്ലെ. ഇൻവിസിബിൾ ഹാൻഡ് എന്നൊക്കെ പറയുന്ന ആഡം സ്മിത്തിന്റെ സിദ്ധാന്തം നിങ്ങൾ പിന്നെ പഠിക്കുക, ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും ഉത്തരം ശരിയാണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവാൻ നോക്കൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവാൻ നോക്കൂ. പോട്ടെ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തന്നെ വെച്ചോ. തേർഡ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോയേ, എൻഹാൻസിങ് കോമ്പറ്റീഷൻ ബേസ്ഡ് അപ്പോൺ മാർക്കറ്റ് ഓറിയന്റേഷൻ. മാർക്കറ്റിന്റെ അവസ്ഥ അനുസരിച്ച് മത്സരം, അതായത് പ്രൈവറ്റ് പാർട്ടികൾക്കുള്ള മത്സരം കൂടുമെന്ന് പറയുന്നത്. ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവാൻ നോക്കൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവാൻ നോക്കൂ. അല്ലെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവാൻ നോക്കൂ. ഇതാണ് സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറയും. ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റത്തുള്ളൂ. കോമൺ സെൻസ് ആണ്. എപ്പോഴും മത്സരം, റെയിൽവേയിൽ എന്തുകൊണ്ടാണ് മത്സരം? ഇന്ത്യൻ റെയിൽവേക്ക് മത്സരമില്ല, കാര്യം പ്രൈവറ്റ് പാർട്ടീസ് ഇല്ല അവിടെ, മനസ്സിലായല്ലേ? പക്ഷേ നിരത്തിലെ കാറുകളുടെ ഇടയിലോ നല്ല മത്സരമല്ലേ. ഊബർ ഉണ്ട്, ഓലയുണ്ട്, പ്രൈവറ്റ് ടാക്സീസ് ഉണ്ട്. അപ്പൊ അവര് വില കുറയ്ക്കാൻ വേണ്ടി മാക്സിമം മത്സരം നടത്തും. അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്, കനത്ത മത്സരമല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ റെയിൽവേയിൽ മത്സരമുണ്ട് അല്ലെ. റെയിൽവേയിൽ ഗവൺമെന്റ് മാത്രമേ പ്ലെയർ ആയിട്ടുള്ളൂ, പ്രൈവറ്റ് പാർട്ടീസ് ഉള്ള മറ്റു മേഖലയിലെ മത്സരമുള്ളൂ. നിങ്ങൾക്ക് അതിന്റെ ഒരു കോമൺ സെൻസിന്റെ ഒരു ബേസിക്സ് മനസ്സിലായോ? സോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായി കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാവാനേ പറ്റത്തില്ല, തെറ്റാവാൻ നോക്കത്തില്ല. വിച്ച് മീൻസ് ഇതിന്റെ ആൻസർ ഡി ആണ്. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു IET എലിമിനേഷൻ ടെക്നിക്കാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തത്. കാര്യം നമുക്ക് എളുപ്പപ്പണി നമുക്ക് വേണ്ട. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, എന്ത് വില കൊടുത്ത് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കണം. ട്രൈ ചെയ്യാനായിട്ട് നമ്മൾ ആരും നിൽക്കേണ്ട, റാങ്ക് ലിസ്റ്റിലേക്ക് എത്തണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിന് പുറത്ത് മാത്രം പഠിച്ചു തുടങ്ങാം. ഇതിന്റെ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് കൗണ്ടർ ആർഗ്യുമെന്റ്സ്, തർക്കം ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്. ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ച് കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ഇതിപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ബേസിക് കോമൺ സെൻസ് വെച്ച് എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തേണ്ടത് എന്നുള്ള ഒരു ഐഡിയ മനസ്സിലായല്ലോ? പെർഫെക്റ്റ്.
പക്ഷേ കറക്കിക്കുത്തി മാത്രം അല്ലെങ്കിൽ എലിമിനേഷൻ ടെക്നിക്സും കോമൺ സെൻസും കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. അതിന് എക്സാമ്പിളാണ് അടുത്ത ചോദ്യം. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെ, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യ എന്ന് പറയുന്നത് നേരത്തെ കാണിച്ച ക്വസ്റ്റിനകത്ത് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ക്ലാസ്സിന് ഇടയ്ക്കാണെങ്കിൽ ചോദിക്കാവുന്നതാണ്, നമുക്ക് ക്ലാരിഫൈ ചെയ്ത് തരാം. ഓക്കെ, കാര്യം ഇപ്പോഴും എലിമിനേഷൻ ടെക്നിക്സിന്റെ ആ ഒരു ഫ്ലേവറിലേക്ക് എത്താത്ത ധാരാളം വിദ്യാർത്ഥികളുണ്ട്. നമുക്ക് റാങ്ക് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ പഠിക്കാത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കണ്ടെത്തി എഴുതി വരത്തുള്ളൂ. ഇത്തരം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു 10 ചോദ്യം നമുക്ക് അറിയാത്തുണ്ടെങ്കിൽ അതിനകത്ത് 5 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവെങ്കിലും എലിമിനേഷൻ ടെക്നിക്സുകൾ നമ്മൾ കണ്ടെത്തണം. എല്ലാം ഒന്നും കിട്ടത്തില്ല, പക്ഷെ എക്സ്ട്രാ മാർക്ക് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. യെസ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. അടുത്ത ചോദ്യം, ഇതും കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ചോദ്യമാണ് അല്ലെ. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 1, ഇതിന്റെയൊക്കെ ക്ലാസ് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആർട്ടിക്കിൾ 1, അതിനകത്ത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ ഫ്രേസ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്ത് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് എഗ്രിമെന്റ് upon the units. Second statement, in India the states can secede from the union. അതായത് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകാൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് പറയുന്നത്. അതായത് നാളെ കേരളം വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇന്ത്യയോട് നിൽക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് പോയി സെപ്പറേറ്റ് രാജ്യമാകാൻ പറ്റും എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് ആലോചിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആ തെറ്റ്? ജമ്മു ആൻഡ് കാശ്മീർ നടന്ന് നമ്മൾ കണ്ടതല്ലേ. ജമ്മു ആൻഡ് കാശ്മീർ സ്വതന്ത്രമാകണം, ഇന്ത്യ വിട്ടുകൊടുത്തോ? ഇന്ത്യ വിട്ടുകൊടുത്തോ? അല്ലെ ബോഡോലാൻഡ് മൂവ്മെന്റ്, നാഗാലാൻഡ് മൂവ്മെന്റ്സ് അല്ലെ, സൗരാഷ്ട്ര മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? തോന്നിയതുപോലെ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോയി സ്വന്തമായിട്ട് രാജ്യം ഉണ്ടാക്കാൻ പറ്റുമോ പിള്ളേരെ? നോ. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ളത് കാശ്മീർ എന്നൊരു പേര് അറിയാവുന്ന എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. അപ്പൊ അന്ന് ഈ ചോദ്യം വന്നത് അതുകൊണ്ടാണ്. ജമ്മു ആൻഡ് കാശ്മീരിനകത്ത് ഇഷ്യൂ കൊടുമ്പരി കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്നുള്ളത് വെറും കോമൺ സെൻസ് ആണ്. പക്ഷെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ പഠിക്കണം. ലക്ഷ്മികാന്തിനകത്ത് നല്ല വെടിപ്പിന് കൊടുത്തിട്ടുണ്ട്, SCRT NCRT ഒക്കെ ഈ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ആഴത്തിൽ പഠിക്കുക, അതിന്റെ കൂടെ കറക്കി കുത്താനും പഠിക്കുക. ഇത് ഹാർഡ് വർക്കാണ്, ഇത് സ്മാർട്ട് വർക്കാണ്. ഇത് രണ്ടും നമുക്ക് വേണം. ക്ലിയർ ആണല്ലോ? ഇത് രണ്ടും നമുക്ക് ഉണ്ടായേ പറ്റത്തുള്ളൂ. റൈറ്റ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഏകദേശം ഒരു ഓറിയന്റേഷൻ. വാട്ട് ടു സ്റ്റഡി, ഹൗ ടു സ്റ്റഡി, ഫ്രം വെയർ ടു സ്റ്റഡി. ഞാനൊരു ഷോർട്ട് സെഷനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടുത്ത പാർട്ട് വേണമെന്നുള്ളത് നിങ്ങൾ യൂട്യൂബിൽ പറയാവുന്നതാണ്. ഓക്കെ. സോ ഇനി പല വിദ്യാർത്ഥികളും ചോദിച്ചുകൊണ്ട് ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് മുൻപ് കാര്യങ്ങൾ പറഞ്ഞതിന്റെ റീസൺ ഒന്നേ ഉള്ളൂ. ഞങ്ങളുടെ ബാച്ചസ് റൺ ചെയ്യുന്ന ഈ രീതിയിലായിരിക്കും. കാര്യം വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ധാരാളം ആൾക്കാർ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ ടെസ്റ്റിമോണിയൽസ്, സ്റ്റുഡൻസ് ടെസ്റ്റിമോണിയൽസിന്റെ പ്ലേലിസ്റ്റിനകത്ത് ഇതെല്ലാം കിടപ്പുണ്ട്. കാര്യം അതിന്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവല്യൂഷൻ ആണ്. കാര്യം PSC മാറിക്കൊണ്ടേയിരിക്കും, അതനുസരിച്ച് നമ്മൾ മാറണം. പണ്ട് റാങ്ക് ഫയൽ മാത്രം ഉപയോഗിച്ച് എന്ത് ചെയ്യായിരുന്നു, റാങ്ക് ലിസ്റ്റിലേക്ക് എത്തായിരുന്നു. റാങ്ക് ഫയൽ ഇന്നും വേണം, വേണ്ടെന്നല്ല പറയുന്നത്. അതിന്റെ കൂടെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ബുക്കുകളും ഈ ടെക്നിക്സും എല്ലാം യൂസ് ചെയ്യണം. സോ ഈ രീതിയിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചേർത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള ബാച്ചാണിത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ എക്സ്ക്ലൂസീവ് ബാച്ച് ഉണ്ട്, പ്രിലിംസ് ഉള്ളി ഉണ്ട്, പ്രിലിംസ് പ്ലസ് മെയിൻസ് പ്ലസ് ഇന്റർവ്യൂ ഉണ്ട്. നിങ്ങൾ പ്രിലിംസ് ബാച്ച് എടുക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് ഇന്റർവ്യൂ ട്രെയിനിങ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. കാര്യം ഇന്റർവ്യൂലൊന്നും നമുക്ക് ഒരു പെട്ടെന്ന് കൊണ്ടുപോയി ട്രെയിൻ ചെയ്യാൻ ഒക്കത്തില്ല. ഇപ്പോഴും അതിന്റെ പരിശീലനം ആരംഭിക്കണം. ഇന്റർവ്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന്റെ പരിശീലനം നിങ്ങൾ റൈറ്റ് അവേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ഡൗൺലോഡ് ഫീച്ചർ ആപ്പിനകത്ത് ഉണ്ട്, വെബ് ആക്സസ് ആപ്പിനകത്ത് കിട്ടും. പല രീതിയിലുള്ള ഫീച്ചേഴ്സും നിങ്ങൾക്ക് അതിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. സിലബസ് വളരെ ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോകും. ഓരോ സബ്ജക്റ്റും എടുക്കുന്നത് സബ്ജക്ട് എക്സ്പേർട്സ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്കണോമിക്സിനകത്ത് ഇൻഫ്ലേഷൻ ടോപ്പിക് ഉണ്ട്, മോണിറ്ററി പോളിസിയുടെ മറ്റു ടോപ്പിക്സ് ഉണ്ട്. സോ ഒരു സബ്ജക്ട് തന്നെ ടോപ്പിക്കിനകത്ത് എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർ, ഏറ്റവും അധികം എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരായിരിക്കും എടുക്കുക. ഇപ്പൊ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള, ഇപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററി എടുക്കുന്നത് ഞാനാണ്. കേരള ഹിസ്റ്ററി മറ്റു അധ്യാപകനായിരിക്കും എടുക്കുക. അതിൽ ജോഗ്രഫിയിലേക്ക് വരുമ്പോഴും ഓരോ ടോപ്പിക്സിനകത്ത് ഏറ്റവും എക്സ്പേർട്ട് ആരാണോ അവരെ കൊണ്ടായിരിക്കും ടോപ്പിക്സ് പഠിപ്പിക്കാം. ഒരു കംപ്ലീറ്റ് സബ്ജക്ട് ഒരാൾക്ക് നമ്മളങ്ങനെ കൊടുക്കാറില്ല. കാര്യം ആ ഒരു സബ്ജക്റ്റിനകത്ത് ടോപ്പിക്സിന്റെ എക്സ്പെർട്ടൈസ് അനുസരിച്ചിട്ടാണ് സബ്ജക്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലാസ് നോട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട്, വീക്ക്ലി മോക്ക് ടെസ്റ്റ്, മെന്റർഷിപ്പ് സപ്പോർട്ട്. നിങ്ങൾക്ക് ഞാൻ തരുന്ന വാക്ക് ചെയ്താണ്, നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് അടിക്കാനുള്ള കണ്ടന്റ് ഒക്കെ ഇതിന് കിട്ടും. ഇത് എത്രത്തോളം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഒരു കഴിവായിരിക്കും. കാര്യം ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ പുറവേ നടന്ന് പഠിപ്പിക്കുന്നതിനുള്ള പരിമിതിയുണ്ട്. മെന്റർ ഉണ്ട്, മെന്റർ നിങ്ങളെ
എന്ത് ഹെൽപ്പിനും മെറ്റർ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മാത്രമേ ഇതിന്റെ കംപ്ലീറ്റ് ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഒരു സിവിൽ സർവീസസിന് നമ്മൾ ക്ലാസ് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു 450 അല്ലെങ്കിൽ 600 മണിക്കൂറൊക്കെ ആയിരിക്കും ടോട്ടൽ ഡ്യൂറേഷൻ വരിക. തരച്ചേർക്ക് പഠിപ്പിക്കണമല്ലോ. നമ്മുടെ ഈ PSC ബാച്ചിലും ക്ലോസ് ടു ഇത്ര അവേഴ്സ് തന്നെ, ഒരു 500+ അവേഴ്സ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും PSCക്ക് മാത്രം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം സിലബസിന്റെ ഓരോ ഏരിയ അരച്ചു കലക്കി പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാലാണ് നമുക്ക് ഇതെല്ലാം എങ്ങനെ പഴുതടച്ച് പഠിക്കാന്ന് പറയുമല്ലോ ചെയ്യാൻ പറ്റുക. എക്സാമിന് ഒരു മാസം മുമ്പ് വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട് ടോപ്പിക്സിന്റെ പഠനം മാത്രമേ നടക്കത്തുള്ളൂ. പ്രിലിംസ് പാസ്സായാലും മെയിൻസ് നമുക്ക് അടിതെറ്റും. മനസ്സിലായല്ലോ? സോ എങ്ങനെയെങ്കിലും പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസ് പാസ്സാവാം എന്നുള്ള ലെവലിൽ ആയിരിക്കില്ല പഠിക്കേണ്ടത്. മെയിൻസിന് അങ്ങ് പഠിക്കാം. നിങ്ങൾ മെയിൻസിന് വേണ്ടി മാത്രം പഠിക്കുക. അപ്പൊ പ്രിലിംസ് ഓട്ടോമാറ്റിക്കായി നിങ്ങൾ പാസ്സായിക്കോളും. ഇപ്പൊ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഒക്കെ എല്ലാത്തിനും കോമൺ അല്ലേ? ഞങ്ങളുടെ പ്രിലിംസ് ഒള്ളി ബാച്ചിനകത്ത് പ്രിലിംസിന്റെ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ പോലും ആ ടോപ്പിക്ക് മെയിൻ സ്റ്റാൻഡേർഡിലാണ് പഠിപ്പിക്കുക, മെയിൻസിന്റെ നിലവാരത്തിലാണ് പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ മെയിൻസിന് സമയമാകുമ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി എക്സ്ട്രാ സമയം കളയേണ്ടി വരത്തില്ല. പ്രിലിംസ് സ്റ്റാൻഡേർഡിൽ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കാൻ 1 മണിക്കൂർ വേണമെങ്കിൽ മെയിൻ സ്റ്റാൻഡേർഡിൽ ആ ടോപ്പിക്ക് പഠിപ്പിക്കാൻ ഒരു 10-20 മിനിറ്റ് എക്സ്ട്രാ കൊടുത്താൽ മതി. അപ്പൊ വലിയ ടാസ്ക് അല്ലത്. അതാണ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഉഴപ്പാതിരിക്കാനാണ് ഇത് പറയുന്നത്. അയ്യോ ഇത്രയൊക്കെ പഠിക്കണ്ടോ എന്നുള്ള ചിന്ത വേണ്ട. ഏറ്റവും സെലക്റ്റീവ് ആയിട്ട് മാത്രം പഠിച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. PhD എടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്. ഒരു എക്സാം പാസ്സായിട്ട് ജോലിയിൽ കയറാൻ വേണ്ടി മാത്രമേ പഠിക്കേണ്ടത്. ജോലിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രൊമോഷൻ ടെസ്റ്റിനൊക്കെ വേണ്ടി ഇനിയും പഠിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിന് ആത്മാർത്ഥത്തോടെ പഠിക്കാം. പക്ഷെ ഇവിടെ നമ്മളൊരു ജോലിയിലേക്ക് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുന്ന രീതി മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ആൻഡ് പുഷ് ദ കോമ്പറ്റീഷൻ. ഏറ്റവും നന്നായിട്ട് തന്നെ എല്ലാവർക്കും എക്സാം എഴുതാൻ സാധിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യൂട്യൂബിൽ കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്.